ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പോസ്റ്റർ ബോയ് അതാരായിരിക്കും? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വമ്പൻ ഡിബേറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എവിടെ മുതൽ നോക്കി തുടങ്ങും? 1983 വേൾഡ് കപ്പ് മുതലോ, അതോ അതിനു മുന്നേ ക്രിക്കറ്റിനെ ഇന്ത്യയിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച താരങ്ങളോ, അതോ ക്രിക്കറ്റിന്റെ രൂപം മാറ്റി എഴുതിയ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദൈവം എന്ന് നമ്മൾ എപ്പോഴും വാഴ്ത്തിപ്പാടുന്ന സച്ചിന്റെ കാലം മുതലോ, അല്ലെങ്കിൽ ന്യൂ ജനറേഷനിലേക്ക് എത്തണോ? അങ്ങനെ പല പല ചോദ്യങ്ങൾക്കിടയിൽ നമ്മൾ ഇന്ന് കടന്നെല്ലാം വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പല കാലഘട്ടങ്ങളിലെയും ഈ പോസ്റ്റർ ബോയ്കളിലേക്കാണ്. ഞാൻ ആദ്യം പോകുന്നത് ഒരു ആംഗ്രി യങ് മാനിലേക്കാണ്. ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് എത്ര പേസ് വേണേലും എറിഞ്ഞു ഞാൻ ബാറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിറങ്ങുന്ന സുനിൽ ഗവാസ്കർ. പിന്നീട് ചെകുത്താനും കൂട്ടരും കപ്പടിച്ച് ഇന്ത്യ ക്രിക്കറ്റിന് തന്നെ ഒരു പോസ്റ്ററായി മാറിയ ഒരു രൂപമുണ്ട്, സാക്ഷാൽ കപിൽ ദേവ്. അത് കഴിഞ്ഞ് വന്നില്ലേ നമ്മുടെ ആശാൻ, ഇന്ത്യയില് സമയം വരെ നിശ്ചലമാക്കിയ പേര് സച്ചിൻ ടെണ്ടുൽക്കർ. അത് പിന്നെ പോസ്റ്റർ ബോയ്ക്കും അപ്പുറം നമുക്ക് എല്ലാവർക്കും വല്ലാത്തൊരു വികാരമാണ്. ലോഡ്സിലെ ബാൽക്കണിയിൽ വരെ പോയി ഷർട്ട് കറക്കിയ സൗരവ് ഗാംഗുലിയെ മറക്കാൻ പറ്റുമോ? ചോര തുപ്പി കപ്പ് നേടിത്തന്ന യുവരാജ് സിംഗിനെ മറക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറ്റിയ, ഇന്ത്യക്ക് കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സാക്ഷാൽ എം എസ് ധോണിനെ മറക്കാൻ പറ്റുമോ? ജയിക്കാനായി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന, ഒരു ടീമിന്റെ മുന്നിലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും തോൽക്കാൻ ഞാൻ തയ്യാറല്ല, മുട്ടുമടക്കില്ല എന്ന് കാണിച്ച, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഫിറ്റ്നസ് കൾച്ചർ മാറ്റി എഴുതിയ വിരാട് കോഹ്ലി എങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയ് തന്നെ ആയിരുന്നു കോഹ്ലി. അടിയിട്ട വെട്ടിപ്പൂരമായിട്ട് നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയ് തന്നെ. ഇതിലൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ കൂടുതലും ഇപ്പം പറഞ്ഞിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ ആയിരിക്കും. ഇപ്പൊ ഒരു പുതിയ ചോദ്യം ഇങ്ങനെ ക്രിക്കറ്റ് ലോകത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ ബോയ് അതാരാണ്? പേസ് ബൗളിംഗ് വജ്രായുധമായിട്ടുള്ള ബുംറയാണോ, അതോ വിക്കറ്റ് കീപ്പിംഗിൽ ഇന്ത്യയുടെ കരുത്താകുന്ന, ലോകത്തിന്റെ ഏത് കോണിൽ പോയും സ്കോർ ചെയ്യാൻ കഴിയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പന്താണോ, അതോ ഗില്ലാണോ? ഇപ്പോൾ പല പല ക്യാപ്റ്റൻസി റോളുകളിലേക്കും ലീഡർഷിപ്പ് റോളുകളിലേക്കും എത്തുന്ന ഗില്ലാണ് പോസ്റ്റർ ബോയ് എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ ഒരു കാലഘട്ടത്തിലെ പോസ്റ്റർ ബോയ് ആരാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ മൊത്തത്തിൽ ഒരു പോസ്റ്റർ ബോയെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സെലക്ട് ചെയ്യും?